ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു അങ്കോള പ്രസിഡന്റ് ജോവോ ലോറൻസോയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. അങ്കോളൻ ദേശീയ അസംബ്ലിയെ രാഷ്ട്രപതി ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാംഘട്ട വോട്ടെടുപ്പ് നാളെ. ഇന്ന് നിശബ്ദ പ്രചാരണം. സംസ്ഥാന ശാസ്ത്രോത്സവത്തിന് ഇന്ന് സമാപനം. മലപ്പുറം ജില്ല മുന്നേറ്റം തുടരുന്നു. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ മഴ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ISSF ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ അനീഷ് ബൻവാലയ്ക്ക് വെള്ളി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അങ്കോളൻ ദേശീയ അസംബ്ലിയിൽ പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യും. അങ്കോളയിലെ ഇന്ത്യൻ സമൂഹത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. അങ്കോള പ്രസിഡന്റ് ജോവോ ലോറൻസോയുമായി രാഷ്ട്രപതി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. അങ്കോളയുമായുള്ള പാർലമെന്ററി സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. विभिन्न द्विपक्षीय क्षेत्रों में तथा इंडिया अफ्रीका फोरम समिट के व्यापक संदर्भ में अपने सहयोग को गहन बनाने के लिए मिलकर काम करना जारी रखेंगे. हमने फिशरीज, एक्वाकल्चर और मेराइन रिसोर्सेस तथा कॉन्सुलर मामले में सहयोग के लिए 2 MOUs भी संपन्न किए तथा एयर सर्विसेज एग्रीमेंट को आगे बढ़ाने का भी निर्णय लिया. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിലും ഗ്ലോബൽ ബയോഫ്യൂൽസ് അലയൻസിലും ചേരാനുള്ള അങ്കോളയുടെ തീരുമാനത്തെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. നാളെ അങ്കോളയുടെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികാഘോഷങ്ങളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പര്യടനത്തിന്റെ 2ാം പാദത്തിൽ നാളെ മുതൽ ഈ മാസം 13 വരെ ശ്രീമതി മുർമു ബോട്സ്വാന സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനം നാളെ ആരംഭിക്കും. ഭൂട്ടാൻ രാജാവ് ജിഗ്മെ കേസർ നാംഗ്യാൽ വാങ്ചുക്കുമായി ചേർന്ന് 1020 മെഗാവാട്ട് ജലവൈദ്യുത പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. ഇരു രാജ്യങ്ങളും സംയുക്തമായി വികസിപ്പിച്ച പദ്ധതിയാണിത്. ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ഡോബ്ഗെയുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ലോക സമാധാന പ്രാർത്ഥനാ മഹോത്സവത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുന്നതിനും പ്രധാനമന്ത്രിയുടെ സന്ദർശനം അവസരം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉത്തരാഖണ്ഡിലെ ജനങ്ങളുടെ ദീർഘകാല പോരാട്ടത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും ഫലമായാണ് ഉത്തരാഖണ്ഡ് രൂപീകൃതമായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 8140 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജനയുടെ ഭാഗമായി 28,000 കർഷകർക്ക് 62 കോടിയുടെ സാമ്പത്തിക സഹായവും പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ഉത്തരാഖണ്ഡിനെ വികസനത്തിന്റെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സർക്കാർ തുടർച്ചയായി പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 9 नवंबर का यह दिन एक लंबी तपस्या का फल है. आज का दिन हम सभी को गर्व का एहसास करा रहा है और अब बीते 25 वर्षों की यात्रा के बाद आज उत्तराखंड जिस ऊंचाई पर है उसे देखकर हर उस व्यक्ति का खुश होना स्वाभाविक है जिसने इस खूबसूरत राज्य के निर्माण के लिए संघर्ष किया था. ഇന്ത്യയും ഭൂട്ടാനും പങ്കിട്ട ആത്മീയ പൈതൃകത്തിന്റെ പവിത്രമായ കണ്ണിയാണ് ഭഗവാൻ ബുദ്ധന്റെ പാഠങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിൽ നിന്ന് തിബുവിൽ എത്തിച്ചേർന്ന ഭഗവാൻ ബുദ്ധന്റെ തിരുശേഷിപ്പിന് നൽകിയ ആദരപൂർവ്വമായ സ്വീകരണത്തിന് ഭൂട്ടാനിലെ ജനങ്ങളോടും നേതൃത്വത്തോടും പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. സമാധാനം, കാരുണ്യം, ഐക്യം എന്നിവയുടെ കാലാതീതമായ സന്ദേശമാണ് ഈ തിരുശേഷിപ്പുകൾ എന്ന് ശ്രീ മോദി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ഒഡീഷ സന്ദർശിക്കും. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കൽ, പോഷകാഹാര സുരക്ഷ ഉറപ്പാക്കൽ, സംസ്ഥാനത്ത് പ്രകൃതിദത്ത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച വിവിധ പരിപാടികളിൽ അദ്ദേഹം സംബന്ധിക്കും. മില്ലറ്റ് ദിന പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ ചൌഹാൻ മുഖ്യ അതിഥിയാകും. തുടർന്ന് കട്ടക്കിലെ സദർ മേഖല സന്ദർശിക്കുന്ന അദ്ദേഹം കർഷകരുമായി ആശയവിനിമയം നടത്തും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചു. വിശദാംശങ്ങളിലേക്ക്. 20 ജില്ലകളിലെ 122 നിയമസഭാ മണ്ഡലങ്ങളിൽ നാളെയാണ് വോട്ടെടുപ്പ്. 3.7 കോടിയിലധികം വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. 136 സ്ത്രീകൾ ഉൾപ്പെടെ 1302 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. പ്രചാരണത്തിന്റെ അവസാന ദിവസമായ ഇന്നലെ എല്ലാ മുന്നണികളുടെയും മുതിർന്ന നേതാക്കൾ ബീഹാറിലുടനീളം സജീവമായിരുന്നു. ഈ മാസം 6 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 64.66% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. വോട്ടെണ്ണൽ ഈ മാസം 14 നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിൽ 3 ദിവസം ശീതതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കേ ഇന്ത്യയിൽ വരും ദിവസങ്ങളിൽ കുറഞ്ഞ താപനില 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാൻ സാധ്യതയുണ്ട്. അതേസമയം തമിഴ്നാട്, മാഹി എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ്. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ മഴ തുടരുന്നു. ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിലെ 67 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു. മുൻ DGP R ശ്രീലേഖ IPS ശാസ്തമംഗലത്തും VV രാജേഷ് കൊടുങ്ങാനൂരിലും പത്മിനി തോമസ് പാളയത്തും മത്സരിക്കും. സമരത്തിലുള്ള മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുമായി മന്ത്രി വീണ ജോർജ് ഇന്ന് ചർച്ച നടത്തും. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്താണ് ചർച്ച. KGM CTAയുടെ നേതൃത്വത്തിൽ ഈ മാസം 13-ന് സമ്പൂർണ്ണ പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ചർച്ച. പാലക്കാട് നടക്കുന്ന സംസ്ഥാന ശാസ്ത്രോത്സവം അവസാന ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ മലപ്പുറം ജില്ല 1124 പോയിന്റുകളുമായി മുന്നേറ്റം തുടരുന്നു. 1095 പോയിന്റുകളുമായി കണ്ണൂർ ജില്ലയാണ് 2ാം സ്ഥാനത്ത്. 3ാം സ്ഥാനത്ത് തുടരുന്ന കോഴിക്കോട് ജില്ലയ്ക്ക് 1066 പോയിന്റുകളാണ് ലഭിച്ചത്. ഇന്ന് വൈകിട്ട് മോയൻ സ്കൂളിലാണ് സമാപന സമ്മേളനം. ഈജിപ്തിലെ കൈറോയിൽ നടക്കുന്ന ISSF ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 25 മീറ്റർ റാപ്പിഡ് ഫയർ പിസ്റ്റൾ ഇനത്തിൽ ഇന്ത്യയുടെ അനീഷ് ബൻവാലയ്ക്ക് വെള്ളി. ലോക ചാമ്പ്യൻഷിപ്പ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വ്യക്തിഗത പിസ്റ്റൾ ഷൂട്ടറാണ് അനീഷ്. ഗോവയിൽ നടക്കുന്ന ഫിഡെ ചെസ് വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ കാർത്തിക് വെങ്കിട്ടരാമൻ 4ാം റൌണ്ടിൽ പ്രവേശിച്ചു. അർജുൻ എരിഗൈസി, R പ്രജ്ഞാനന്ദ, P ഹരികൃഷ്ണ, V പ്രണവ് എന്നിവരാണ് 4ാം റൌണ്ടിലേക്ക് യോഗ്യത നേടിയ മറ്റു താരങ്ങൾ. ലോകകപ്പിലെ ആദ്യ 3 സ്ഥാനക്കാർ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിലേക്ക് യോഗ്യത നേടും. കേന്ദ്ര സർക്കാരിന്റെ GST പരിഷ്കരണം സാധാരണക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്നതായി വിലയിരുത്തൽ. സ്റ്റേഷനറി വസ്തുക്കളുടെ നികുതി ഗണ്യമായി കുറച്ചിട്ടുണ്ട്. നോട്ട്ബുക്കുകൾ, പെൻസിലുകൾ, ഷാർപ്പനറുകൾ, ഗ്രാഫ് പുസ്തകങ്ങൾ തുടങ്ങിയവയുടെ നികുതി ഒഴിവാക്കി. ഇത് വിദ്യാർത്ഥികൾക്ക് ഗുണകരമാവുകയും പഠന ഉപകരണങ്ങൾ കൂടുതൽ താങ്ങാവുന്ന വിലയിൽ ലഭ്യമാക്കുകയും ചെയ്യും. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150 വാർഷികത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾ രാജ്യമെമ്പാടും പുരോഗമിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങളെ ഏകീകരിക്കുന്നതിലും ലോകമെമ്പാടുമുള്ള വിപ്ലവകാരികളെ പ്രചോദിപ്പിക്കുന്നതിലും വന്ദേമാതരം വഹിച്ച പങ്ക് നിർണായകമായിരുന്നു. 1907 ഓഗസ്റ്റ് 22-നാണ് സ്വാതന്ത്ര്യ സമര സേനാനി മാഡം ഭികാജി ഗാമ ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ ആദ്യ ഇന്ത്യൻ ത്രിവർണ്ണ പതാക ഉയർത്തിയത്. മാഡം കാമയും ശ്യാംജി കൃഷ്ണവർമ്മയും രൂപകൽപ്പന ചെയ്ത പതാകയിൽ വന്ദേമാതരം എന്ന വാക്കുകൾ ആലേഖനം ചെയ്തിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനി ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആദ്യ ചിത്ര ദേശീയ ഗോത്ര ചിത്ര പ്രദർശനം മുംബൈയിൽ ആരംഭിച്ചു. ട്രൈബൽ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഡെവലപ്മെന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡുമായി സഹകരിച്ച് ഗോത്രവർഗ മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ബഹുഭാര്യത്വം നിരോധിക്കുന്ന ബില്ലിന് അസം മന്ത്രിസഭ അംഗീകാരം നൽകി. 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ഇടങ്ങളിലൊഴികെ സംസ്ഥാനത്തെ മറ്റെല്ലായിടത്തും ബഹുഭാര്യത്വം നിരോധിക്കുന്നതാണ് ബില്ല്. ബഹുഭാര്യത്വത്തിന് ഇരയായ സ്ത്രീകൾക്ക് നഷ്ടപരിഹാരം നൽകാനും ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു. ഇന്ന് ലോക ശാസ്ത്രദിനം. സമൂഹത്തിൽ ശാസ്ത്രത്തിന്റെ പങ്കിനെയും ഉയർന്നുവരുന്ന ശാസ്ത്ര വിഷയങ്ങളിൽ പൊതുജനങ്ങളെ ഉൾപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യവും ഓർമ്മപ്പെടുത്തുന്നതിനായാണ് എല്ലാ വർഷവും നവംബർ 10 ലോക ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. അയൺമാൻ 70.3 പോലുള്ള പരിപാടികളിലെ വർദ്ധിച്ചുവരുന്ന യുവജന സാന്നിധ്യത്തെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ ഗോവയിൽ നടന്ന പരിപാടി ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് പോലുള്ള പരിപാടികൾക്ക് ഊർജ്ജമേകുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബഹുമുഖ നാവികാഭ്യാസമായ മലബാർ 2025 പങ്കെടുക്കുന്നതിനായി നാവികസേനയുടെ കപ്പൽ INS സഹ്യാദ്രി വടക്കൻ പസഫിക്കിലെ ഗുവാമിലെത്തി. പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക, പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കുക എന്നിവയിലെ ഇന്ത്യയുടെ പ്രതിബദ്ധതയെ ഊട്ടിയുറപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത INS സഹ്യാദ്രി നിരവധി പരിശീലനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും വായു ഗുണനിലവാരം വളരെ മോശം വിഭാഗത്തിലെത്തിയതായി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ്. ഇന്നലെ വൈകുന്നേരം വായു ഗുണനിലവാര സൂചിക 370-ൽ എത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു അങ്കോള പ്രസിഡന്റ് ജോവോ ലൊറൻസോയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. അങ്കോളൻ ദേശീയ അസംബ്ലിയെ രാഷ്ട്രപതി ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. ഇന്ന് നിശബ്ദ പ്രചാരണം. സംസ്ഥാന ശാസ്ത്രോത്സവത്തിന് ഇന്ന് സമാപനം. മലപ്പുറം ജില്ല മുന്നേറ്റം തുടരുന്നു. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ മഴ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ISSF ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ അനീഷ് ബൻവാലയ്ക്ക് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.